ന്യൂസിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെല്ലൻ. വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിൽ നടന്ന ഹൃദ്യമായ കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര വിഷയങ്ങളും സഭയും രാഷ്ട്രവും തമ്മിലുള്ള സഹകരണവും ചർച്ചയായി. യൂറോപ്പിനെ പിടിച്ചുലയ്ക്കുന്ന ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങൾ വേണമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഓസ്ട്രിയ നടത്തുന്ന പരിശ്രമങ്ങളെ അഭിനന്ദിച്ച പാപ്പ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഓസ്ട്രിയൻ പ്രസിഡന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. വത്തിക്കാന്റെ ലൗദാത്തോ സി ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് ഓസ്ട്രിയയുടേതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളരാതെ മരണത്തോട് മല്ലിടുമ്പോഴും തന്റെ സ്വപ്നമായ പൗരോഹിത്യം കൈപ്പിടിയിലൊതുക്കി 26-കാരനായ ഡീഗോ ഫെർണാണ്ടോ ബെർബോസ. മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഈ കൊളംബിയൻ യുവാവ് സ്പെയിനിലെ വല്ലാഡോളിലുള്ള ആശുപത്രിയിൽ വെച്ചാണ് വൈദിക പട്ടം സ്വീകരിച്ചത്. കൊളംബിയ സ്വദേശിയായ ഡീഗോ സ്പെയിനിലെ സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി വരികയായിരുന്നു. എന്നാൽ അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തെ ക്യാൻസർ പിടികൂടി. വൈദികനാകണമെന്ന ഡീഗോയുടെ തീവ്രമായ ആഗ്രഹവും അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസവും കണക്കിലെടുത്ത് വത്തിക്കാൻ പ്രത്യേക അനുമതി നൽകുകയായിരുന്നു. ഉറുഗ്വേയിലെ സഭയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ സംഭാവനകൾ നൽകിയ ബിഷപ്പ് ലൂയിസ് ഡെൽ കാസ്റ്റിലോ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലാണ് മരണം സംഭവിച്ചത്. ഉറുഗ്വേ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും ആദ്യത്തെ റെക്ടറുമായിരുന്നു അദ്ദേഹം. മെലോ രൂപതയുടെ ബിഷപ്പായും മോണ്ടെവീഡിയോയിലെ ഓക്സിലറി ബിഷപ്പായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സഭാഭരണ ചുമതലകളിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം ക്യൂബയിൽ മിഷണറിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഉറുഗ്വേയിലെ മത, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. 8 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂകമ്പത്തിൽ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പുകൾ അർജന്റീനയിൽ കണ്ടെത്തി. 1944-ൽ സാൻ ജുവാൻ നഗരത്തെ തകർത്ത ഭൂകമ്പത്തിനിടയിലാണ് ഈ വിലപ്പെട്ട തിരുശേഷിപ്പുകൾ നഷ്ടപ്പെട്ടത്. യേശുവിനെ ക്രൂശിച്ച യഥാർത്ഥ കുരിശിന്റെ ചെറിയൊരു ഭാഗമാണ് തിരുശേഷിപ്പിലുള്ളത്. വത്തിക്കാനിൽ നിന്നുള്ള ആധികാരിക രേഖകൾ ഇതിന്റെ സത്യാവസ്ഥ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ട തിരുശേഷിപ്പ് വിശുദ്ധവാരത്തിൽ വിശ്വാസികൾക്ക് വണങ്ങാനായി സാൻ ജുവാൻ കത്തീഡ്രലിൽ പൊതുദർശനത്തിന് വെക്കുമെന്ന് ആർച്ച് ബിഷപ്പ് ജോർജ് ലോസാനോ അറിയിച്ചു. ലോകത്തിൽ ഇന്നും ഏറ്റവും അധികം പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇരയാകുന്നത് ക്രൈസ്തവ സമൂഹമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബാലസ്ട്രോ. ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025-ൽ മാത്രം ലോകമെമ്പാടുമായി ഏകദേശം 5000 ക്രൈസ്തവർ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടു. ലോകമെമ്പാടുമുള്ള 40 കോടിയോളം ക്രൈസ്തവർ നിലവിൽ പീഡനങ്ങളും അക്രമങ്ങളും വിവേചനങ്ങളും നേരിടുന്നുണ്ട്. ഇത് ലോകത്തിലെ മറ്റേതൊരു മതവിഭാഗത്തെക്കാളും കൂടുതലാണെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.